ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും SR ഫാമിലിയിലേക്ക് സ്വാഗതം. പുതിയതായി ചായ ഉണ്ടാക്കുന്ന ബിഗിനേഴ്സിന് ഒരു യൂസ്ഫുൾ ചായയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 4 പേർക്കുള്ള ചായയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായി ചതച്ചിട്ട് അതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രാമ്പു ഒന്നേ ഇടേണ്ടതുള്ളൂ. അത് കൂടുതലായാൽ ടേസ്റ്റ് മാറിപ്പോവും. അതിൻ്റെ കൂടെ 2 ഏലക്കായ് തൊലി കളഞ്ഞ് അതിൻ്റെ കുരു മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഏലക്കായ ഇട്ടതിന് ശേഷം ഒരു ചെറിയ പട്ടയും കൂടുതലാവാൻ പാടില്ല, ഒരു ചെറിയ പീസ് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഈ വാട്ടറും ഇതൊക്കെ കൂടി നന്നായി സെറ്റായി തിളച്ച് വരും. നല്ല സ്മെല്ലാണ്. ഈ 2 ഗ്ലാസ് വെള്ളം നന്നായി തിളച്ച് കുറുകി 1.5 ഗ്ലാസ് വെള്ളമായിട്ട് മാറണം. വെള്ളം നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ആ മസാലയും വെള്ളവും നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏത് ചായപ്പൊടിയാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ നമ്മുടെ നമുക്ക് എത്ര കടുപ്പം വേണം അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ 2 സ്പൂണ് ചായപ്പൊടിയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ചായപ്പൊടിയും മസാലക്കൂട്ടും ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഈ ചായപ്പൊടിയും മസാലയും ഒക്കെ കൂടെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം നന്നായി തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ 4 പേർക്കുള്ള ചായക്ക് 2 ഗ്ലാസ് വെള്ളം നന്നായി തിളപ്പിച്ചതിലേക്ക് 2 ഗ്ലാസ് പാല് കൂടെ ആഡ് ചെയ്യുക. പാല് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി തിളക്കാൻ വയ്ക്കുക. അപ്പോൾ ചായ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാലും ഒക്കെ കൂടി നല്ല മസാല ചായ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്ന വിത്തൗട്ട് ആയിട്ട് തന്നെ കുടിക്കാം. അപ്പോൾ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മസാല ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നിങ്ങൾ ഈ ചായ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.